ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച മോർണിംഗ് ആണ് കേട്ടോ. സാധാരണ നേരം വൈകിട്ടാണ് എഴുന്നേൽക്കാറ്. അപ്പോൾ ഇന്ന് ഇത്തിരി നേരത്തെ ഒരു 8:30ക്ക് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പുതിയ ആൾക്കാരും കൂടി നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. എൻ്റെ പേര് അമിത. എനിക്ക് 2 മക്കളാണ്. ഒരാൾ 4ലും ഒരാൾ LKGയിലുമാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് പ്രൊഡക്റ്റ് റിവ്യൂസും ഒക്കെ ആയിട്ട് നമ്മുടെ ഡെയിലി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കൊച്ചു ചാനലാണ് നമ്മുടെ ഈ ചാനൽ. അപ്പോൾ അതുപോലത്തെ വീഡിയോസും അങ്ങനത്തെ വ്ളോഗ്സൊക്കെ ഇഷ്ടമുള്ളവർ നമ്മളോട് കൂടെ കൂട്ടുചേർന്നോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രാവിലെ നേരെ വൈകിട്ടാണ് എഴുന്നേറ്റ്. അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കൊക്കെയാണ്. ഇപ്പോൾ സാധാരണ എളുപ്പപ്പണിയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. മുട്ട പുഴുങ്ങിയതോ പഴം പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാറ്. അല്ലെങ്കിൽ നമ്മുടെ ഈ തിങ്കൾ മുതൽ വെള്ളി വരെ ഉള്ളതിൽ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ചൂടാക്കി കഴിക്കുക. അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് എൻ്റെ സാറ്റർഡേ മോർണിംഗ് ഉണ്ടാവാറ്. അപ്പോൾ അതുപോലെ തന്നെ പുട്ട് ഒരെണ്ണം ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആവി കയറ്റിയെടുക്കണം. പിന്നെ കുറച്ച് ദോശമാവ് ബാക്കിയുണ്ട്. അപ്പോൾ അതും ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ അതൊക്കെ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ നമ്മൾ സാറ്റർഡേ സൺഡേ ആണ് നമ്മൾ പുറത്തിറങ്ങി ഒന്ന് ഔട്ടിങ്ങൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഷോപ്പിങ്ങൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് നമ്മുടെ തിരുവനന്തപുരത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കണിയാപുരത്ത് പുതിയ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഇവിടേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുള്ള ഓട്ടാണ്. എൻ്റെ മൂത്ത ആൾ അങ്ങനെ ഒന്നിനും വാശി പിടിക്കുന്ന ആളല്ല കേട്ടോ. അതിനു വേണ്ടി നേരെ തിരിച്ചാണ് രണ്ടാമത്തെ ആൾ. അവൾക്ക് കണ്ണി കണ്ട എല്ലാ സംഭവങ്ങളും ആവശ്യമാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ കഴക്കൂട്ടത്ത് പുതിയ നമ്മുടെ ലൂമിയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ബ്രാഞ്ച് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ പോകണമെന്ന് തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ഹൈഫൈ രീതിയിലാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ ഒരു സെക്ഷനുണ്ട്, പിന്നെ കുറച്ച് മുകളിൽ 3 നിലയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പണ്ട് ട്രൈ കഫേ ഉണ്ടായിരുന്നില്ലേ, ആ സംഭവമാണ് ഇപ്പോൾ അവർ ലൂമിയർ ആക്കി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു സോഫ്റ്റ് ലോഞ്ച് ആയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സംഭവം എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവരുടെ ആദ്യത്തെ ബ്രാഞ്ചിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഈ മാംഗോ സൂപ്പാണ്. എനിക്ക് സൂപ്പ് ഇഷ്ടേ അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ അനിയനാണ് ഒരിക്കൽ ഈ മാംഗോ സൂപ്പ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ സൂപ്പ് ഇഷ്ടമില്ലാത്തവർ ഈ സൂപ്പ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സൂപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പാണ്. പിന്നെ നമ്മൾ സാധാരണ ചോറും ബിരിയാണി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്ത്. എല്ലാം നല്ല ടേസ്റ്റും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഈ സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തിരി കത്തിയാണ് കേട്ടോ. പിന്നെ ഇവരുടെ ഒരു ബ്രാൻഡും അതുപോലെ തന്നെ അവരുടെ സെറ്റപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നല്ല സ്ഥലമുണ്ട് കേട്ടോ. പാർക്കിങ്ങിനായാലും നല്ല വലിയൊരു ഏരിയ ഇവർ തൊട്ടപ്പുറത്ത് തന്നെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ മേലത്തെ ഭാഗം, അതായത് 3ാമത്തെ നില ഇങ്ങനെ ഓപ്പണാണ്. അപ്പോൾ അവിടെ ഇതുപോലെ ചെടികളൊക്കെ വെച്ച് നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേ ആണ്, നമ്മുടെ വണ്ടികൾ പോകുന്നതും ഒക്കെ കാണാം. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ അവരിതാ ഇതുപോലെ നന്നായി ചെടികളും അതുപോലെ കല്ലുകളും സ്റ്റോളുകളൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഡ്രോയിങ്, ഒരു അപ്പാപ്പൻ്റെ ഡ്രോയിങ് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് വലിയൊരു സ്ഥലം ഇവർ അടുത്ത് തന്നെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ശനിയാഴ്ച വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു കൊച്ചു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.